ഇത് പാർട്ട് 2 ആണ്, മിന്നാണത്തിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് ക്ലോസറ്റ് എടുക്കാനാണ്. അങ്ങനെ ക്ലോസറ്റെല്ലാം സെലക്ട് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ നേരെ പെരയിലേക്ക് പോയി. അപ്പോൾ നമ്മളെ പെരയ്ക്ക് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പൈപ്പും വെള്ളവും എല്ലാം ആയി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എല്ലാം ആയിട്ടുണ്ട്. കുറേ നാൾ വെള്ളവും ഒന്നും ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെട്ട് ഇപ്പം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ബാക്കിയെല്ലാം സെറ്റാക്കണം അത്രയല്ല, ഇപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ചത് കബോർഡും കാര്യമെല്ലാം സെറ്റാക്കാനുണ്ട് അത്ര. ബാത്റൂമിൽ അതുപോലെ എല്ലാം വെച്ച് ക്ലോസറ്റും കാര്യം പൈപ്പും എല്ലാം വെച്ച് ഇനി ബാതിൽ വെക്കാനുണ്ട് അത്ര, വെക്കുമായിട്ട് ഇൻഷാ അല്ലാഹ്. ബാത്റൂം ക്ലീനെല്ലാം ആക്കാനുണ്ട്, ക്ലീനൊന്നും ആക്കിയിട്ടില്ല, എല്ലാം ഒന്നിച്ചാക്കാന്ന് വിചാരിച്ചിട്ട്. ഈടി അതുപോലെ തന്നെ കിച്ചൺ വരാന്തയിൽ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാം പറക്കി വെച്ചത് മാത്രം. ഗിൽസ് വെച്ചതിന് ശേഷം ഫുള്ളും ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. ഈടി അതുപോലെ തന്നെ ഒരു ബേസ് ഉണ്ട് എന്നുവെച്ചെങ്കിൽ ഈടാണ് മതിക്ക് ഉപയോഗിക്കുക. അതുകൊണ്ട് ഈടെ ഒരു ബേസും വെള്ളവും വെച്ചിന്. മുറ്റോല ഏകദേശം കുറച്ച് വൃത്തിയാക്കിന്, ഇനിയും കുറേ വൃത്തിയാക്കാനുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് നോമ്പാകുമ്പോൾ മെല്ലെ മെല്ലെ വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ ബാതിലിനും പോളിഷ് ചെയ്യാനുണ്ട്, ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാണ് നമ്മളെ വിശേഷം. അങ്ങനെ നമ്മൾ പെരയിലേക്ക് വേണ്ട സാധനം എടുക്കാൻ പോകുന്നത്. അത് ഉമ്മാൻ്റെ രണ്ടാമത്തെ ഏട്ടത്തെയാണ്, മൂത്തമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ പെരയിലേക്ക് വേണ്ട സാധനം വാങ്ങാൻ പോയതാണ്. അമ്മ എക്സ്ട്രാ മാളിലേക്ക് പോയതാണ്. അവിടെ സാധനം എല്ലാം വാങ്ങി വേണ്ട സാധനം ഉമ്മ മൂത്തമ്മ ഇങ്ങനെ നോക്കി എടുക്കാമെന്ന്. അവിടെ നല്ല തിരക്കുണ്ടായിന്, അവിടെ എന്തോ നല്ല ഓഫർ ഉണ്ടായിന്. അവിടെ പിന്നെ എപ്പോഴും ഓഫർ തന്നെയാണ്, എന്നാലും എന്തോ വലിയ ഓഫർ ഉണ്ടായിന്, അതാണ് ഭയങ്കര തിരക്ക്. അങ്ങനെ നമ്മൾ പെരയിലേക്ക് വേണ്ട കത്തി, സ്പൂണ്, കൈലി, പാത്രം എന്നല്ല പറഞ്ഞാണൊക്കെ അങ്ങനെ എന്തെല്ലാം എടുക്കാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ റിക്ഷക്ക് വെയിറ്റ് ആക്കാന്ന് മൂത്തമ്മയുടെ റിക്ഷക്ക് വിളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ റിക്ഷയിൽ വന്ന് പിന്നെ നമ്മൾ നേരെ റിക്ഷയിൽ കയറി പിന്നെ പെരയിലേക്ക് പോയി. പിന്നെ അവിടെ പോകാന്ന് വെച്ചില്ല, ചാടുന്ന തന്നെ എല്ലാ സാധനവും വാങ്ങിയിട്ട് നമ്മൾ നേരെ പെരയിൽ പോയി. അങ്ങനെ നമ്മളെ പെരയ്ക്ക് ഗിൽസിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, ഗിൽസിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട്. പണിക്കാരവിടെ സെറ്റ് ആക്കുന്നുണ്ട്. പോയിന്റ് ശേഷം ഞാൻ ഫുള്ള് കാണിച്ചു തരാം നിങ്ങൾക്ക്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മളെ പേർക്ക് ഗിൽസ് വെച്ചിട്ടുണ്ട്. ഇപ്പം പണിക്കാർ പോയി. നല്ലുണ്ട് ഗിൽസ് വെച്ചിട്ട് വരാന്തക്ക് ഒരു വീതി വന്ന പോലെ ഉണ്ടല്ലോ അമ്മ. ഉമ്മാൻ്റെ സ്വപ്നാണിത്. അങ്ങനെ എല്ലാം സെറ്റായി മാഷാ അല്ലാഹ്. ഇനി ഇതെല്ലാം നമ്മൾ ഇപ്പം ക്ലീൻ ആക്കാൻ പോവാന്ന്, ഫുള്ള് വൃത്തിയാക്കണം. പിന്നെ ഇതിന് വേറൊരു പെയിന്റ് കൊടുക്കണം അല്ലേ, ബ്ലാക്ക് പെയിന്റ് കൊടുക്കണം. എന്നിട്ടായിട്ട് വേണം അവിടെ സാധനം എല്ലാം സെറ്റാക്കി വെക്കണം. ഇവിടെ ഒരു തുണി വിരിക്കണം, എന്തെങ്കിലും ഇരിക്കുന്ന മറ്റും പറയാൻ കഴിയില്ല, കയറിപ്പോയെങ്കിൽ. അതുകൊണ്ട് എന്തെങ്കിലും നല്ല വരുന്ന നല്ല മോഡല് കർട്ടന് വെച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ല ഇപ്പം വൃത്തിയാക്കി എടുക്കണം, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം കബോർഡ് ഇന്ന് വെക്കാൻ വേണ്ടിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഇവിടെ എല്ലാം ഫുള്ളും അങ്ങനെ ഇങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വാങ്ങിയ അളവാണ് എല്ലാം ഇടാൻ. ഇനി ഇതെല്ലാം നമുക്ക് വരാന്തയിൽ കൊണ്ടുപോയി സെറ്റാക്കി എടുക്കണം. ഈടൊന്ന് വൃത്തിയായി കാണണമെങ്കിൽ ഇവിടെ കബോർഡ് വരണം, പിന്നെ ഈടിയും വരാണ്ട്, എന്നാലേ വൃത്തിയായി കാണും. ജനലിൻ്റെ പണി പെൻഡിങ്ങിലാണ്, ഇൻഷാ അല്ലാഹ് അതും ഉടനെ ചെയ്യും, ആയിട്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷം. മാഷാ അല്ലാഹ് നമ്മളെ പെരക്കിതാ കബോർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. വൈറ്റാണ്, ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം വൈറ്റ് തന്നെ വേണമെന്ന്, അങ്ങനെയാണ് വൈറ്റ് സെലക്ട് ആക്കിയത്. പിന്നെ ഇവിടെ ഗ്ലാസ് വെക്കാനുണ്ട്, അവർ പോയിട്ടുണ്ട് ഗ്ലാസ് എടുക്കാൻ, അവർക്ക് വിട്ടുപോയി പോയിട്ട് അവർ ഗ്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇത്രയായി. കുറേ ആൾ പറഞ്ഞ പാങ്ങില്ല, ചുമലച്ച ടൈൽസ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ നമുക്കിത് അൽഹംദുലില്ലാ നമുക്കിതന്നെ നല്ലാൻ്റെ അനുഗ്രഹം എന്ന് ആണെങ്കിലും പറയാം. നല്ലുണ്ട്, കുഞ്ഞു കൈമുണ്ട്, കരിയുണ്ട് താഴ്ത്തിയാൻ. അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ഗ്ലാസ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ കബോർഡ് എല്ലാം സെറ്റായി. അങ്ങനെ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായി. അപ്പോൾ പെരയിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം പഴയതായിട്ടുണ്ടായിന്. അപ്പം ഓരോ പോക്കിൽ പോയി വരുമ്പോൾ ഓരോന്ന് വാങ്ങിയപ്പോൾ നമ്മൾ കുറേ ഗ്ലാസ് അങ്ങനത്തെ എല്ലാം വാങ്ങി. അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് എന്തെല്ലാം വാങ്ങിയെന്ന്. എല്ലാം നമ്മൾ വാങ്ങിയ അളവാണ്, അളവെല്ലാം പഴയതായിട്ടുണ്ടായിന്. ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെ എല്ലാം ഇട്ടേക്കാൻ. ഇവിടെ ജനലിൽ സെറ്റാക്കണം അത്ര ഇട്ടാ, അതായിട്ടില്ല. പഞ്ചസാര ഇടാന്, മുളക് പൊടി ഇടാന്, ഇതെല്ലാം അളവ് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. പിന്നെന്താ, പിന്നെ ഞാൻ ഇന്ന് ടൗണിൽ പോയിട്ടാകുമ്പോൾ കുറച്ച് ഗ്ലാസ് വാങ്ങിയാണ്. കുറച്ച് കാണാൻ കുറച്ച് നല്ല ഇതിൻ്റെ ഗ്ലാസ് എല്ലാം വാങ്ങിയാണ്.
ഇവിടെ വെക്കാനും വേണ്ടിട്ട് വാങ്ങിയതാണ്. ഇങ്ങനത്തെ അടുത്ത് വെക്കാൻ ഭയങ്കര ആശയാണ് കാണുമ്പോൾ. എന്തെല്ലോ ഉണ്ടാടെ ഇൻഷാ അല്ലാഹ് ഓരോ പ്രാവശ്യം ഓരോന്നോരോന്ന് വാങ്ങാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അല്ല ഞാൻ കാണിച്ചു തരല്ലേ വാങ്ങി നിങ്ങൾക്ക് വെക്കുമ്പോ. ഈ കബോർഡ് അറിഞ്ഞമ്മ, ഈ കബോർഡിന്റെ ഉള്ളില് ഇങ്ങനെ എല്ലാം വെച്ച് അളവും കാര്യമെല്ലാം നിറച്ചിട്ട് സെറ്റാക്കി വെച്ച് അടിയിൽ പാത്രം വെച്ച് ഇനിയും വെക്കാനുണ്ട്. ഫുള്ള് സെറ്റാക്കി എടുക്കാനുണ്ട്. കുഞ്ഞു കരിയുന്നു, അതുകൊണ്ട് വിടുന്നില്ല എന്നെ. ഞാൻ വെച്ചാലേ എനിക്ക് തൃപ്തിയാവും. അതുകൊണ്ട് ഉമ്മാനാവുന്നത് നിങ്ങൾ വെക്കണ്ട, ഞാൻ വെക്കുന്നു. എനക്കെന്ന് വെച്ചാൽ എല്ലാം ഒതുക്കി നീറ്റായിട്ട് വെക്കണം എന്നാണ് ഒരിത്. അപ്പം ഓളം ആർക്കിട്ടായിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഉമ്മ ഇങ്ങനെ ഒരു ഉണ്ടാക്കുന്നുണ്ട്, അവരെന്തോ ആക്കുന്നു. അപ്പൊ ഓൻ പറയുന്ന പോലെ കാണിക്കണ്ടാന്ന്. അപ്പൊ ഞാനെന്താക്കിയാൽ കുഞ്ഞിനെ ഉറക്കിയിട്ടായിട്ട് നിങ്ങൾക്ക് ഫുള്ള് സെറ്റാക്കുന്ന കാണിച്ചു തരാം. ഉമ്മ ഫ്രൈ പാൻ വാങ്ങി നിന്ന് ചെറുത്ത് മുട്ടാമ്പ്ലേറ്റ് എല്ലാം ആക്കാ. പിന്നെ എന്തിയമ്മ എന്തെല്ലോ ചെയ്യാം. കുഞ്ഞു നല്ല കുറെ കഴിവ് ഞാൻ കാണിച്ചു തരല്ലോ എന്ന് കാണിച്ചു കൊടുക്കാമോ. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിൽ എടുത്തേക്കാണ്. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. രാത്രി നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അമ്മൂട്ടിന് സമയം പോയതുകൊണ്ട് റിയം പോയി കടന്നുറങ്ങി. അപ്പൊ നമ്മൾ ഗ്ലാസ് കാര്യം ഇങ്ങനെ സെറ്റാക്കി വെക്കാണ്. അപ്പൊ നമുക്കിത് മുഴുവനായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാം. അമ്മ ഇന്നലെ വാങ്ങിയത് തന്നെയാണ്. ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പക്ഷെ നമ്മളപ്പോ ഒരിക്കൽ ആരെങ്കിലും വരുമ്പോ നമുക്കിങ്ങനെ എന്താ പറയല് ഐസ്ക്രീം, കസ്റ്റേർഡ്, ഫ്രൂട്ട് സലാഡ് അങ്ങനെല്ലാം ഇട്ട് കൊടുക്കാല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇത് പിന്നെ നമുക്ക് ഗ്ലാസ് കുടിക്കാൻ നോർമലി വാങ്ങിയതാണ്. ഇത് നമുക്ക് നമ്മളിപ്പോ ഒരു കുടിയാലിന് കിട്ടിയതാണ്. ഇത് നല്ലുണ്ട്, നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. നല്ലുണ്ട് കാണാൻ. നമുക്കിതെല്ലാം ഒന്ന് ഇവിടെ സെറ്റാക്കിട്ട് വെക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെക്കാം. അപ്പം നമ്മൾ ഇത് ഏകദേശം ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്, വെളിച്ചം വളരെ കുറവാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇത്രയും ഇല്ല. അപ്പം ഞാനെല്ലാം സെറ്റാക്കി ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഹോം ടൂർ എത്രയും വേഗം ചെയ്യുന്നതായിരിക്കും. ഇതിട്ടതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഫുള്ളും ഒരുങ്ങിയിട്ടില്ല, എന്നാലും ചെറിയ പണി ബാക്കിയുണ്ട്. എന്നാലും ഇതുവരെ ഒരുങ്ങി, അൽഹംദുലില്ലാ ഇതുവരെ ഒരുങ്ങിയതിൻ്റെ ഒരു വീഡിയോ ഒരു ഹോം ടൂറായിട്ട് ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.